ഇങ്ങനെയാണെങ്കിലും പരാതി പറഞ്ഞാൽ അത് പരാതിയാണ്. അങ്ങനെ പിന്നെ മീറ്റു വിവാദങ്ങളൊക്കെ പരാതിയായിട്ട് എടുക്കേണ്ട കാര്യമുണ്ട്. എന്നാലും ഇയാൾ ചെറുപ്പക്കാരനല്ലേ, അപ്പൊ മാതൃകയായിട്ട് പ്രവർത്തിക്കണ്ടേ? തെറ്റ് ചെയ്തിട്ടുണ്ടെന്നോ ഇല്ലെന്നോ എനിക്ക് പറയാൻ പറ്റില്ല. കാരണം ഞാനും അദ്ദേഹമായിട്ട് യാതൊരു തരത്തിലും ബന്ധമുള്ള ഒരാളല്ല. അപ്പൊ രാഹുൽ മാങ്കൂട്ടത്തിൽ മാധ്യമങ്ങളെ വിശ്വസിക്കാൻ പറ്റില്ലല്ലോ. മാധ്യമങ്ങൾ പറയുന്നത് ശരിയാണോ? ആവണമെന്നില്ല. പിന്നെ അവർ പറയുന്നത് നമുക്ക് വിശ്വസിക്കാൻ പറ്റുമോ? രേഖാമൂലം പരാതിയൊന്നുമില്ലല്ലോ. പോലീസ് കംപ്ലൈന്റ് ഇല്ല, കോടതിയിൽ കേസില്ല. ഹേമ കമ്മിറ്റി റിപ്പോർട്ടിലും അങ്ങനെ തന്നെയാണല്ലോ. സ്ത്രീകൾ അവിടെ പോയി പരാതി പറയുക മാത്രമല്ല. അയാളിൽ നിന്ന് കുറച്ചുകൂടെ നല്ലൊരു സമീപനം നമ്മൾ പ്രതീക്ഷിച്ചിരുന്നു. അപ്പൊ നമുക്കിങ്ങനെ റീൽസും അതേപോലെ സോഷ്യൽ മീഡിയയിൽ കാണുന്ന വെച്ചിട്ട് നമുക്കൊരു അസസ്മെന്റിലേക്ക് പോകാൻ പറ്റില്ല. അപ്രതീക്ഷിതമായി പോയി. വളരെ മോശമായി പോയി. രാഷ്ട്രീയ കേരളത്തിൽ വലിയ രീതിയിലുള്ള കോലിളക്കം സൃഷ്ടിച്ചിരിക്കുകയാണ് രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ വന്നിട്ടുള്ള പരാതികളെല്ലാം തന്നെ. ഇന്നും പലരും രാഹുൽ മാങ്കൂട്ടത്തിനെ സപ്പോർട്ട് ചെയ്യുന്നുണ്ടെങ്കിലും ആർക്കും അതിന്റെ യഥാസ്ഥിതി എന്താണ് എന്നുള്ളത് അറിയില്ല എന്നുള്ളതാണ് അതിന്റെ യാഥാർത്ഥ്യം എന്ന് പറയുന്നത്. പക്ഷേ അധ്യക്ഷ സ്ഥാനം രാജിവെച്ചിട്ടുള്ള രാഹുൽ മാങ്കൂട്ടത്തിൽ MLA സ്ഥാനം രാജിവെക്കണമെന്ന് ആവശ്യപ്പെട്ട് ഒരുപാട് ആളുകളാണ് രംഗത്ത് വന്നിട്ടുണ്ടായിരുന്നത്. ഒരുപാട് നേതാക്കന്മാരാണ് രംഗത്ത് വന്നിട്ടുണ്ടായിരുന്നത്. പക്ഷെ എന്നിട്ടും രാഹുൽ മാങ്കൂട്ടത്തിൽ MLA സ്ഥാനം രാജിവെച്ചില്ല. പകരം പാർട്ടി രാഹുൽ മാങ്കൂട്ടത്തിനെ സസ്പെൻഡ് ചെയ്തിരിക്കുകയാണ്. ഈ ഒരു സസ്പെൻഷന്റെ ആവശ്യം ഉണ്ടായിരുന്നോ എന്നുള്ളത് നമുക്ക് സാധാരണക്കാരോട് തന്നെ ചോദിച്ചു നോക്കാം. രാഹുൽ മാങ്കൂട്ടത്തിനെ സസ്പെൻഡ് ചെയ്തു. അപ്പോ ഇങ്ങനെ ഒരു നീക്കത്തിന്റെ ആവശ്യമുണ്ടായിരുന്നോ? പരാതി ഇല്ലെങ്കിലും സ്ത്രീകളൊരു ആരോപണം ഉന്നയിച്ചാൽ അത് പരാതിയായിട്ടാണ് കോടതി വരെ പരിഗണിക്കുന്നത്. എഴുതി കൊടുത്തോളം നിർബന്ധമില്ലല്ലോ അതിനകത്ത്. പക്ഷെ പോലീസിൽ ഇതുവരെ എത്തിയിട്ടില്ലല്ലോ. മാധ്യമങ്ങൾക്ക് മാത്രമാണ് അവർ പറഞ്ഞിട്ടുള്ളത്. ഇങ്ങനെയാണെങ്കിലും പരാതി പറഞ്ഞാൽ അത് പരാതിയാണ്. അങ്ങനെ പിന്നെ മീറ്റു വിവാദങ്ങളൊക്കെ പരാതിയായിട്ട് എടുക്കേണ്ട കാര്യമുണ്ടല്ലോ. ഹേമ കമ്മിറ്റി റിപ്പോർട്ടിലും അങ്ങനെ തന്നെയാണല്ലോ. സ്ത്രീകൾ അവിടെ പോയി പരാതി പറയുക മാത്രമല്ലേ ചെയ്തിട്ടുള്ളൂ. അത് ഭരണഘടന അവർക്ക് ഉറപ്പ് കൊടുക്കുന്നുണ്ട്. നമ്മുടെ നിയമത്തിൽ അതുണ്ട്. സ്ത്രീകൾ പരാതിയായിട്ട് പറഞ്ഞാൽ തന്നെ അത് പരാതിയാണ്. വാക്കാ പറഞ്ഞാൽ തന്നെ പരാതിയാണ്. അപ്പൊ രാഹുൽ മാങ്കൂട്ടത്തിൽ ചെയ്തത് തെറ്റാണ്, അല്ലെങ്കിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ അങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ തെറ്റ് തന്നെയാണ്. അത് കണ്ടു. പക്ഷെ എനിക്ക് അതിൽ പ്രത്യേകിച്ച് അഭിപ്രായങ്ങൾ പറയാനില്ല. പിന്നെ രാഷ്ട്രീയപരമായിട്ട് ഞാൻ അങ്ങനെ ഒരാളല്ല, അതുകൊണ്ട് എനിക്ക് അതിനെപ്പറ്റി അഭിപ്രായം പറയാനില്ല. പക്ഷെ ഒരു സ്ത്രീ എന്ന നിലയിൽ ഇതുവരെ പരാതി കൊടുത്തിട്ടില്ലാത്തത് കൊണ്ടാണ് ഇപ്പോഴും രാഹുൽ മാങ്കൂട്ടത്തിനെ സപ്പോർട്ട് ചെയ്ത് പലരും വരുന്നത്. അപ്പൊ പരാതി കൊടുക്കേണ്ടിയിരുന്നതായിരുന്നില്ലേ? പരാതി കൊടുക്കേണ്ടിയിരുന്നായിരുന്നു. അവര് പിന്നെ മറച്ചു വെച്ച് മാധ്യമങ്ങൾക്ക് കൊടുത്തതാണ് അത്ര വിഷയമായത്. അതായിരുന്നു ഇത്ര വിഷയം. അതുകൊണ്ട് തന്നെ ഇത്ര വിഷയം ഉണ്ടായിരുന്നു. അല്ലായിരുന്നെങ്കിൽ ഇത് പൊതുവെ ആരും അറിയില്ലായിരുന്നു. വന്നപ്പോ കൂടുതൽ പ്രശ്നങ്ങൾ ഉണ്ടായി. അതുകൊണ്ട് പുള്ളി രാജിവെച്ചു. ഇതിപ്പം പാർട്ടിക്കുള്ളിൽ തന്നെ പ്രശ്നം ഉണ്ടാക്കാൻ വേണ്ടി കരുതി കൂട്ടിയുള്ള നീക്കങ്ങളായിരുന്നു. അതിനെപ്പറ്റി എനിക്ക് അറിഞ്ഞൂടാ. കാരണം ഞാൻ ശരിക്കും പറഞ്ഞാൽ സോഷ്യൽ മീഡിയയിൽ ഞാൻ കൂടുതൽ ആക്റ്റീവ് അല്ല. കാരണം ഒരുപാട് നാളുടെ പത്രം വായിക്കാറില്ല. പത്രം വായിച്ചു കഴിഞ്ഞാൽ പ്രശ്നമാണ്. ഇതിനു മുന്നേയൊക്കെ ഞാൻ പത്രത്തിൽ എന്തായാലും കണ്ടു കഴിഞ്ഞാൽ എനിക്ക് ദേഷ്യം വരുമായിരുന്നു. കാരണം ശരിയല്ലാത്ത കാര്യങ്ങളാണെങ്കിൽ എനിക്ക് അവരോട് പോയി ഇടപെടാൻ തോന്നും. അപ്പോൾ കോളേജുകളിലൊക്കെ ഓരോ പ്രശ്നം നടക്കില്ലേ, അപ്പം അങ്ങനെ വരുമ്പോൾ എനിക്ക് അവരോട് ഇടപെടാൻ തോന്നുമായിരുന്നു. പിന്നെ ഞാൻ ഈ കുറെ മെഡിറ്റേഷൻ ചെയ്താണ് ഒതുങ്ങിയത്. പ്രതികരിക്കാൻ തോന്നുമായിരുന്നു എനിക്ക്. നേരത്തെ വെച്ചാല് ശരിയല്ലാത്ത കാര്യങ്ങളുണ്ട്, പ്രതികരിക്കാൻ തോന്നും. അതുകൊണ്ട് ഇപ്പോഴത്തെ രാഷ്ട്രീയ വാർത്തകളൊന്നും നോക്കാറില്ല. ശരിക്കും പറഞ്ഞപ്പോ ജസ്റ്റ് ഒക്കെ ഇപ്പൊ ഇങ്ങനെ സ്ക്രോൾ ചെയ്യും, മൊബൈലിൽ കാണുന്നതേ ഉള്ളൂ. അത് ജസ്റ്റ് ഒന്ന് വായിച്ചു പോകും. അതില് എനിക്ക് അങ്ങനെ ഒരു അഭിപ്രായമൊന്നുമില്ല. താങ്ക് യു. രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ പരാതി വരാത്ത ഒരു സാഹചര്യത്തിൽ പാർട്ടി ഇത്തരം ഒരു നീക്കം എടുക്കേണ്ട കാര്യം ഉണ്ടാകും? ഇല്ല. രേഖാമൂലം പരാതിയൊന്നുമില്ലല്ലോ. പോലീസ് കംപ്ലൈന്റ് ഇല്ല, കോടതിയിൽ കേസില്ല. അപ്പൊ മാങ്കൂട്ടത്തില് മറ്റേ ഇത് പ്രതിയല്ലല്ലോ. മാത്രമല്ല UDF തന്നെ വേറെയും മന്ത്രിമാര് ഇതുമായി ബന്ധപ്പെട്ട കേസുകളിൽ പെട്ടിട്ട് വീണ്ടും MLA മാരായിട്ട് തുടർന്നു പോകുന്ന ഒരു സാഹചര്യമുണ്ട്. അപ്പം രാഹുൽ മാങ്കൂട്ടത്തിൽ ചെയ്യേണ്ട കാര്യം ഇല്ല, രാജിവെക്കേണ്ട ആവശ്യമില്ല. രാഹുൽ മാങ്കൂട്ടത്തിൽ അങ്ങനെ ചെയ്യുമായിരുന്നു എന്ന് തോന്നുന്നുണ്ടോ? അങ്ങനെ തോന്നുന്നില്ല. കെട്ടിച്ചമച്ചതെന്നാലും ഇപ്പൊ തെളിയുന്നു. നല്ല വ്യക്തിയാണെങ്കിൽ ചെയ്യേണ്ട ആവശ്യമില്ല. നല്ലൊരു വ്യക്തിയാണെന്നുണ്ടെങ്കിൽ അവരുടെ പ്രവർത്തനങ്ങൾ നല്ലതാണെങ്കിൽ പിന്നെ അങ്ങനെ ചെയ്യേണ്ട ആവശ്യമില്ലല്ലോ. എന്തെങ്കിലും ബുദ്ധിമുട്ട് വരുമ്പോഴാണ് അങ്ങനെ ചെയ്യേണ്ട വരണത്. ഇത്രയും കടുത്തൊരു നീക്കത്തിന്റെ ആവശ്യമുണ്ടായിരുന്നു പാർട്ടിയിൽ നിന്ന് രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ? നല്ല തീരുമാനം എന്നുള്ളതാണ് എന്റെ അഭിപ്രായം. പക്ഷെ കോൺഗ്രസിൽ ഇപ്പോഴും MLA സ്ഥാനത്ത് നിന്ന് തുടരുന്ന ഒരുപാട് പ്രതിസ്ഥാനത്ത് നിന്നുള്ള ഒരുപാട് MLA മാരുണ്ടല്ലോ. എന്നാലും ഇയാൾ ചെറുപ്പക്കാരനല്ലേ, അപ്പൊ മാതൃകയായിട്ട് പ്രവർത്തിക്കണ്ടേ? അയാളിൽ നിന്ന് കുറച്ചുകൂടെ നല്ലൊരു സമീപനം നമ്മൾ പ്രതീക്ഷിച്ചിരുന്നു. അപ്രതീക്ഷിതമായി പോയി. വളരെ മോശമായി പോയി. പാർട്ടി ചെയ്തതിൽ തെറ്റൊന്നുമില്ല. താങ്ക് യു. പരാതികൾ ഒരുപാട് വന്നല്ലോ. അപ്പൊ UDF-ൽ നിന്നും രാഹുൽ മാങ്കൂട്ടത്തിനെ പുറത്താക്കിയതുമായി ബന്ധപ്പെട്ട്
നോക്കിയില്ലെന്നുണ്ടോ കേട്ടോ? ഓക്കെ. കൂടുതൽ വിഷയം അറിഞ്ഞായിരുന്നല്ലോ, പീഡന പരാതിയും അതിനുശേഷം MLA സ്ഥാനം രാജിവെക്കണം എന്നുള്ള വലിയ വിവാദങ്ങളായിരുന്നു. ഇപ്പൊ പാർട്ടി ഇന്നലെ അദ്ദേഹത്തെ സസ്പെൻഡ് ചെയ്തിരിക്കുകയാണ്. ഇത്രയും കടുത്ത നീക്കം രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ പാർട്ടി എടുക്കേണ്ട ആവശ്യമുണ്ടായിരുന്നു? അത് ബേസിക്കലി ആ പാർട്ടീനെ ഡിപ്പെൻഡ് ചെയ്തിട്ടുള്ള കാര്യമാണ്. അതിപ്പോ അവരുടെ നേതൃത്വത്തിന് എന്താണ് ചെയ്യേണ്ടതെന്നുള്ളത് കൂട്ടായിട്ട് എടുക്കുന്ന തീരുമാനമാണ്. അതിപ്പോ ഏത് പാർട്ടിയായാലും. സോ അത് ആ ഒരു പാർട്ടീനെ ഡിപ്പെൻഡ് ചെയ്യുന്ന കാര്യമാണ്. രാഹുൽ മാങ്കൂട്ടത്തിൽ തെറ്റ് ചെയ്തിട്ടുണ്ടെന്ന് തോന്നുന്നു. അത് തെറ്റ് ചെയ്തിട്ടുണ്ടെന്നോ ഇല്ലെന്നോ എനിക്ക് പറയാൻ പറ്റില്ല. കാരണം ഞാനും അദ്ദേഹമായിട്ട് യാതൊരു തരത്തിലും ബന്ധമുള്ള ഒരാളല്ല. അപ്പൊ നമുക്കിങ്ങനെ റീൽസും അതേപോലെ സോഷ്യൽ മീഡിയയിൽ കാണുന്ന വെച്ചിട്ട് നമുക്കൊരു അസസ്മെന്റിലേക്ക് പോകാൻ പറ്റില്ല. അപ്പോ രാഹുൽ മാങ്കൂട്ടത്തിൽ തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് ശരിയായ ഒരു നടപടിയായിരുന്നു, അല്ലെങ്കിൽ ശരിയായ നീക്കമായിരുന്നു? അല്ല, തെറ്റ് ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അതെന്താണെങ്കിലും തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിനെതിരെ ഒരു ആക്ഷൻ ഉണ്ടാവുമല്ലോ. സോ അത് തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഓക്കെ, തെറ്റ് ചെയ്തിട്ടില്ലെങ്കിൽ അത് കറക്റ്റ് ആണെന്ന് പറയാൻ പറ്റില്ലല്ലോ. പക്ഷെ ആ പാർട്ടിയിൽ തന്നെ ഒരുപാട് ഇതിനും മുൻപും ഇതുപോലെ പരാതിയുമായി ബന്ധപ്പെട്ട ഒരുപാട് ആളുകൾ ഉണ്ടായിരുന്നു. ഇപ്പോൾ എൽദോസ് കുന്നപ്പള്ളി MLA പോലെ ഒരുപാട് പേരുണ്ടായിരുന്നു, M. വിൻസെന്റ് ഒക്കെ പോലെ. അപ്പോ ഇത്രയും ആളുകൾ ഉണ്ടായിട്ടും അവരെയൊന്നും ഇപ്പോഴും MLA സ്ഥാനത്ത് തന്നെ നിലനിർത്തിക്കൊണ്ട് ഈ പറയുന്ന രാഹുൽ മാങ്കൂട്ടത്തിനെ രാജിവെപ്പിച്ചത് അല്ലെങ്കിൽ സസ്പെൻഡ് ചെയ്ത് ശരിയാണ്? അതിപ്പോ ഒരു പാർട്ടി മാത്രമല്ല, അതിപ്പോ ഇന്ത്യ എന്ന് പറയുന്ന ഒരു കൺട്രിയിൽ ഏത് പാർട്ടി എടുത്താലും അതിനകത്ത് ഇപ്പൊ ആരൊക്കെ എടുത്താലും അതിനകത്ത് ഇങ്ങനെയുള്ള ഒരു അലിഗേഷൻസ് ഈ തരത്തിൽ ഇതല്ലെങ്കിൽ വേറൊരു തരത്തിലുള്ള എല്ലാവരും ഉണ്ട്. ഇപ്പൊ നമ്മുടെ MP എടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിനകത്ത് ഇത്ര പെർസെൻറ്റേജ് ഓഫ് MP അടക്കം ഇതുപോലുള്ള പല പല കേസസിൽ പ്രതികളാണ്, അല്ലെങ്കിൽ അവർ അതിനകത്ത് ഇത് നേരിടുന്ന ആളുകളാണ്. അപ്പോൾ അത് ഈ ഒരു കോൺഗ്രസ് പാർട്ടി മാത്രമല്ല, എല്ലാ പാർട്ടിയിലും ഈ പറഞ്ഞ സംഭവം ഉള്ളതാണ്. അപ്പോൾ അതിനകത്തൊന്നും പറയാനില്ല, അത് ഒരു കോമൺ ആയിട്ടുള്ള ഒരു സംഭവമാണ്. അത്തരത്തിലൊരു കടുത്ത നീക്കത്തിന്റെ ആവശ്യമുണ്ടായിരുന്നു എന്ന് തോന്നുന്നു. അതായത് പോലീസിനോ അല്ലെങ്കിൽ കോടതിക്കോ പരാതി വരാതെ, അല്ലെങ്കിൽ പാർട്ടിക്ക് മാധ്യമങ്ങളിലൂടെ മാത്രം പരാതി വന്ന സാഹചര്യത്തിൽ ആ പാർട്ടിയിൽ ഇതുപോലെയുള്ള പരാതി വന്നിട്ടുള്ള ഒരുപാട് MLA ഇപ്പോഴും MLA തന്നെ തുടരുന്നുണ്ട്. അപ്പൊ രാഹുൽ മാങ്കൂട്ടത്തിൽ മാധ്യമങ്ങളെ വിശ്വസിക്കാൻ പറ്റില്ലല്ലോ. മാധ്യമങ്ങൾ പറയുന്നത് ശരിയാണോ? ആവണമെന്നില്ല. പിന്നെ അവർ പറയുന്നത് നമുക്ക് വിശ്വസിക്കാൻ പറ്റുമോ? പക്ഷെ അപ്പൊ അവരെ സസ്പെൻഡ് ചെയ്തത് ആ മാധ്യമങ്ങളുടെ വാക്ക് കേട്ടുകൊണ്ട് അവരെ സസ്പെൻഡ് ചെയ്തത് നല്ല നടപടിയായിട്ട് തോന്നുന്നു, അല്ലെങ്കിൽ പാർട്ടി ചെയ്തത് ന്യായമാണോ? അതിലിപ്പോ തെറ്റ് ചെയ്താണോ ശരി ചെയ്താണോ നമുക്കറിയില്ല എന്താന്നുള്ള സത്യാവസ്ഥ. അത് തെളിയിക്കുവാണെങ്കിൽ ഓക്കെ, അവരെടുത്ത നടപടിയിൽ അത് ഓക്കെ ആണ്. അല്ലെങ്കിൽ ഇപ്പൊ ഒരാളെ കുറ്റപ്പെടുത്തിയിട്ട് ലാസ്റ്റ് സോറി പറഞ്ഞിട്ട് കാര്യമുണ്ടോ? ഇല്ല. പിന്നെ അങ്ങനെ സത്യാവസ്ഥ വന്നിട്ട് ഇല്ല, അതിന്റെ സത്യാവസ്ഥ പുറത്തു വരുമ്പോ അതിനനുസരിച്ചുള്ള ആക്ഷൻ എടുത്താൽ അതായിരിക്കും പറ്റും. കോൺഗ്രസിന്റെ മുൻ അധ്യക്ഷനായിരുന്ന രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ പാർട്ടി എടുത്ത നടപടികൾ കുറച്ചുകൂടി കടുത്തുപോയി എന്നുള്ള അഭിപ്രായമാണ് പല ആളുകൾക്കും ഉള്ളത്. അതുപോലെ തന്നെ അദ്ദേഹം ചെയ്തത് തെറ്റാണെങ്കിൽ എടുത്ത നടപടി ശരിയായിരുന്നു എന്ന് പറയുന്ന ഒരു കൂട്ടം ആളുകൾ നമ്മുടെ ഇടയിലുണ്ട്. എന്ത് തന്നെയാണെങ്കിലും മാധ്യമങ്ങളിൽ വന്ന പരാതികൾ ഇനി പോലീസിലെത്തുകയും അതുപോലെ തന്നെ കോടതി വഴി കുറ്റം തെളിയിക്കപ്പെടുകയും ചെയ്യുകയാണെങ്കിൽ മാത്രമാണ് ഇപ്പോൾ UDF എടുത്തിട്ടുള്ള നിലപാട് ശരിയായിരുന്നോ തെറ്റായിരുന്നോ എന്നുള്ളത് നമുക്ക് അറിയാൻ സാധിക്കുകയുള്ളൂ. എന്ത് തന്നെയാണെങ്കിലും ഇപ്പോൾ UDF എടുത്തിരിക്കുന്ന നിലപാട് മറ്റേത് പാർട്ടികളിൽ നിന്നും UDF വ്യത്യസ്തമാക്കുന്നത് തന്നെയാണ്.